കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ദീപക് ബസ്സിലേക്ക് കയറുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ബസ്സിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന് ബസ്സിലെ ജീവനക്കാർ പറയുന്നു. വാർത്തകൾ കണ്ടാണ് ഈ ബസ്സിലാണ് സംഭവം നടന്നതെന്ന് അറിഞ്ഞത്. മോശം അനുഭവമുണ്ടായി എന്ന് യുവതി പരാതി നൽകുകയോ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ബസ് ജീവനക്കാർ പറയുന്നു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഇത് പറഞ്ഞാൽ ഈ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമ്മളിത് അറിയുന്നില്ല. ഈ വണ്ടിയിൽ ഇങ്ങനെ നടന്നൊരു കാര്യം നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലാണ് രണ്ടാമത്തെ ദിവസമാണ് ഇത് അറിയുന്ന കാര്യമായിട്ട്. പിന്നെ പറഞ്ഞാൽ നമ്മളെ മുതലാളിയാണ് നമ്മൾ ആദ്യം വിളിച്ച് പറയുന്നത് വണ്ടിയിലൊന്നും ഇഷ്യൂ ആയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മുതലാളിയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ അങ്ങനെ കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഫോട്ടോ നമുക്ക് മുതലാളിയാണ് അയച്ചു തരുന്നു. അങ്ങനെയാണ് നമ്മളിത് അറിയുന്നത്. പിന്നെ നമുക്ക് അവർ പരാതി തരുമോ, നമ്മളെ വണ്ടിയിൽ ഒന്നും അങ്ങനെ സംഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവരൊരു ഒന്നും പറയുമോ, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറയുമോ നമ്മൾ ചെയ്തിട്ടില്ല. യെസ്, വിവരങ്ങൾ മിഥുൻ പിള്ള നൽകും. മിഥുൻ പിള്ള, കോഴിക്കോട് നടന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദീപക് ബസ്സിലേക്ക് കയറുന്ന ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ ബസ്സിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് ബസ്സിലെ ജീവനക്കാർ പറയുന്നത്. വാർത്തകൾ കണ്ടാണ് ഈ സംഭവം നടന്നത്. ബസ്സിൽ തന്നെ തങ്ങളുടെ ബസ്സിലാണ് നടന്നതെന്നറിഞ്ഞത്. മോശം അനുഭവമുണ്ടായി എന്ന് യുവതി പരാതി നൽകുകയോ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ബസ് ജീവനക്കാർ പറയുന്നുണ്ട്. പറയൂ വിവരങ്ങൾ. അവന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന്റെ പേരിൽ കോഴിക്കോട് സ്വദേശിയായ ദീപക് ആത്മഹത്യ ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CCTV ദൃശ്യം പുറത്തു വന്നത്. നമുക്കറിയാം, കണ്ണൂർ പയ്യന്നൂർ വെച്ചാണ് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതിന്റെ പേരിൽ മനോവിഷമം ഉണ്ടായി ദീപക് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ ദീപക് ബസ്സിലേക്ക് കയറുന്നത് ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ എന്താണ് ബസ്സിനുള്ളിൽ നടന്നതെന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഈ ബസ്സിലെ കണ്ടക്ടറുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ബസ്സിൽ നടന്ന സംഭവത്തെക്കുറിച്ച് തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും അപ്പോൾ ഈ പെൺകുട്ടി, ഈ സ്ത്രീ പ്രചരിപ്പിച്ച വീഡിയോ തെറ്റാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം വാർത്തകൾ കണ്ടാണ് ഈ ബസ്സിലാണ് ഈ സംഭവം നടന്നത് എന്ന് പോലും ജീവനക്കാർ അറിഞ്ഞത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഓണറുടെ കയ്യിലാണ് ഇതിന്റെ CCTV ദൃശ്യങ്ങൾ എത്തിയിരുന്നത്. അദ്ദേഹം അയച്ചു കൊടുത്തപ്പോഴാണ് ഈ ബസ്സിലാണ് സംഭവം നടന്നതെന്ന് അറിഞ്ഞത്. മാത്രമല്ല, മോശം അനുഭവം ഉണ്ടായി എന്ന് യുവതി പരാതി നൽകുകയോ അത് ഈ ബസ്സിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ഇതൊരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ വീഡിയോ ആണെന്നൊരു സംശയം തന്നെയാണ് ജനിപ്പിക്കുന്നത്. അമൽ. യെസ്, കോഴിക്കോട് നിന്ന് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.